വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് അയൽപ്പക്കത്തുള്ളവർ തമ്മിലായിരിക്കും. പറമ്പിൻ്റെ അതിർത്തിയുടെ പേരിൽ, വഴി ചെറുതായിപ്പോയതിൻ്റെ പേരിൽ, മതിൽ കെട്ടിയതിൻ്റെ പേരിൽ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആപത്തോ അപകടമോ ഒക്കെ സംഭവിച്ചാൽ ആദ്യം സഹായത്തിന് ഓടിയെത്തുന്നത് ഈ അയൽപ്പക്കത്ത് ഉള്ളവർ തന്നെയായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന്. ഇതിന് മറുപടിയായിട്ട് യേശു അവന് നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നു, കരുണയോടെ മറ്റുള്ളവരെ കാണുകയും സഹായിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും മറ്റൊരുവൻ്റെ അയൽക്കാരൻ ആണ് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യർ പലപ്പോഴും പല അവസരങ്ങളിലും വളരെ ചെറുതായി പോകാറുണ്ട്. സമരിയാക്കാരൻ്റെ ഉപമയിലെ പുരോഹിതനെയും ലേവായനെയും ഒക്കെ പോലെ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി പോവാറുണ്ട്. നമുക്കറിയാം, സൂര്യൻ പ്രകാശിക്കുന്നത് ഒരിക്കലും സൂര്യന് വേണ്ടിയല്ല, ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൃക്ഷവും അതിൻ്റെ തന്നെ ഫലം ഭക്ഷിക്കാറില്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് ഒരു പ്രകൃതി നിയമം ആയിട്ടാണ്. എന്നിട്ടും പലപ്പോഴും മനുഷ്യർ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് കടന്നു പോകുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ കുറെ കൂടി തുറവിയോടും ഹൃദയവിശാലതയോടും കൂടെ കാണുവാനും സ്നേഹിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.